السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، وأفضل الصلاة وأتم السلام على سيدنا محمد إمام المتقين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും മഹബത്ത് വെക്കപ്പെടേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ റസൂലുള്ളാഹിയുടെ മഹബത്ത് എത്ര കണ്ട് വർദ്ധിക്കുന്നു, അത്ര കണ്ട് ഈമാൻ വർദ്ധിക്കും. മഹബത്തില്ലേ അവനിക്ക് ഈമാനില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ലാ യുമിനു അഹദുക്കും, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതായിട്ട് കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മോമിനാവില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഞാൻ അവരിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകുന്നത് വരെ. ആരൊക്കെയാണ്? അവൻ്റെ സ്വന്തം മാതാപിതാക്കളെക്കാളും അവൻ്റെ മക്കളെക്കാളും മറ്റ് എല്ലാ ജനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ എന്നെ മഹബത്ത് വെക്കുന്നത് വരെ നിങ്ങളൊരാളും മുഅ്മിനാകൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ അങ്ങേയറ്റം മഹബത്ത് വെക്കണം. അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കപ്പെടേണ്ടത് അള്ളാഹിൻ്റെ ഹബീബിനെയാണ്. മഹബത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടല്ല, മഹബത്ത് മനസ്സിൻ്റെ അവസ്ഥയിലാണ്, മനസ്സിൻ്റെ അവസ്ഥയാണ്, മനസ്സിലുണ്ടാകുന്ന ഒരവസ്ഥയാണ് മഹബത്ത് എന്ന് പറഞ്ഞത്. അത് മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രതിഫലനങ്ങൾ അവൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാത്തിനും പ്രകടമാകും. ആ നിലക്കുള്ളൊരു മഹബത്ത്. ഞാൻ അള്ളാഹിൻ്റെ റസൂലിനെ മഹബത്ത് വെക്കുന്നു എന്നല്ല, ഒരു വാക്കല്ല പ്രധാനം, അതിലയക്കാൻ അപ്പുറം അത് കൽബിൻ്റെ അകത്ത് രൂഢമൂലമായിട്ട് ആ മഹബത്തിലൂടെ അവൻ്റെ പ്രവർത്തനവും വാക്കുകളൊക്കെ നന്നായി തീരുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പറയും, നമ്മളൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് എന്ന്. പക്ഷേ നമ്മളെ പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ മഹബത്ത് റെഡിയായിട്ടില്ല എന്ന് വ്യക്തമാവുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, തങ്ങൾ എനിക്ക് എല്ലാത്തിനേക്കാളും എൻ്റെ മാതാപിതാക്കളെക്കാളും ഭാര്യ മക്കളും എല്ലാവരെക്കാളും തങ്ങളിലേക്ക് ഏറ്റവും അഹബ്ബായ ആളാണ് തങ്ങൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് തങ്ങൾ. ഇല്ലാ നഫ്സി അല്ലത്തി ബൈന ജംബയ്യ, എൻ്റെ ഈ ശരീരം ഉണ്ടല്ലോ, ആ ശരീരം ഒഴിച്ച് അതല്ലാത്ത എല്ലാ വസ്തുക്കളെക്കാളും തങ്ങളിലേക്കാണ്, തങ്ങൾ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഈ ശരീരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എൻ്റെ ശരീരത്തോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞെന്താ? ആരോടാ പറഞ്ഞത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ്. എന്താ പറഞ്ഞത്? എൻ്റെ നഫ്സിനെക്കാളും ഞാൻ അഹബ്ബാവുന്നത് വരെ നീ മുഅ്മിനാവൂല. അപ്പം എന്താ പറഞ്ഞത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത് എന്താ പറഞ്ഞത്? എൻ്റെ നഫ്സിനെക്കാളും തങ്ങൾ എന്നിലേക്ക് അഹബ്ബാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഇപ്പോഴേ റെഡി ആയിട്ടുള്ളൂ.
ഇപ്പം സ്വന്തം ശരീരത്തിൻ്റെ കാളയും മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, അതുപോലെ കുടുംബപുത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരെക്കാളെയും അള്ളാഹുവിൻ്റെ റസൂലാണ് മഹബത്ത് നൽകേണ്ടത്. നമ്മൾ പലരും സ്നേഹിക്കുന്നുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കണമല്ലോ, ഭാര്യമാരെ സ്നേഹിക്കണം, ഭർത്താക്കന്മാരെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, അങ്ങനെ നമ്മളെ ശരീരത്തെ സ്നേഹിക്കണം, എല്ലാത്തിനും നമ്മൾ സ്നേഹിക്കണം. സ്നേഹം എല്ലാത്തിനോടും ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ മഹബത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനോടായിരിക്കണം എന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ താല്പര്യമില്ല നോക്കേണ്ടത്, നമ്മളെ താല്പര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാണെങ്കിൽ സുബഹി നേരത്ത് കിടന്ന് എണിക്കാൻ നമ്മളെ ശരീരത്തിന് വലിയ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കിടന്ന് നല്ല ഉറങ്ങാൻ പറ്റുന്ന ശരീരത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ കിടന്ന് ഉറങ്ങലാണ്. അപ്പോൾ ആ ഇഷ്ടമല്ല നമ്മൾ നോക്കേണ്ടത്. അത് ഒഴിവാക്കി ശരീരത്തിൻ്റെ ഇഷ്ടത്തിന് ഇടം കൊടുക്കാതെ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഇഷ്ടം പാലിച്ച് അവിടുന്ന് എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുക. അതുപോലെ ഓരോ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതൊക്കെ എല്ലാ വിഭാഗത്തോടും അങ്ങനെ തന്നെ. അപ്പോൾ അവിടെ നമ്മളെ താല്പര്യമില്ല നോക്കുന്നത്. പിന്നെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ താല്പര്യം, അവരുടെ ഇഷ്ടം എങ്ങനെയാണ്, ആ നിലക്ക് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ഖിയാമത്തിനാൾ എന്ന് ചോദിച്ചു. ഖിയാമത്തിനാളുടെ ഡേറ്റാണ് മൂപ്പർക്ക് അറിയേണ്ടത്. ഖിയാമത്തിനാൾ എപ്പോഴാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറിച്ച് ചോദിച്ചു, എന്താണ് ഇനി ഈ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഡേറ്റ് അറിയേണ്ട തിരക്ക്, എന്താണ് ഖിയാമത്തിനാളിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബി പറഞ്ഞു, മാ അഅദത്തു ലഹാ മിൻ കസീരി സൗമിൻ, ഞാൻ അതിനു വേണ്ടി കൂടുതൽ നോമ്പും കൂടുതൽ നിസ്കാരവും കൂടുതൽ സദക്കയും ഒന്നും ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല. അവിടെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താ സഹാബി പറഞ്ഞത്? കൂടുതൽ നോമ്പും കൂടുതൽ നിസ്കാരം കൂടുതൽ സദക്കയും ഒന്നും ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല. ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ വ റസൂല, എങ്കിലും ഞാൻ അള്ളാഹിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാ മറുപടി പറഞ്ഞത്. ഞാൻ നിസ്കരിക്കണില്ല എന്നല്ല അവിടെ നമ്മൾ നോക്കേണ്ടത്. കൂടുതൽ നിസ്കരിക്കണില്ല, കൂടുതൽ നോമ്പില്ല, കൂടുതൽ സദക്കല്ല എന്നാ പറഞ്ഞത്. സഹാബികൾ നിസ്കരിക്കുന്നവരാണ്, 5 നേരം നിസ്കരിക്കുന്നവരാണ്, അതിൻ്റെ പുറത്ത് സുന്നത്തുകളൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, എല്ലാ ആളും. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ പറഞ്ഞത് അവരാ താഴ്മ കൊണ്ട് പറഞ്ഞതാണ്. അവർ ചെയ്യുന്ന അമൽ കുറയാണ് എന്ന് നിലക്ക് താഴ്മയുള്ള ഒരു സംസാരമാണ്. അല്ലാതെ തീരെ നിൽക്കൂല, ഞാൻ നിസ്കാരമൊന്നും എനിക്കില്ല, എനിക്ക് നോമ്പൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ സംഗതികളൊന്നും ചെയ്യണില്ല, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു എന്നല്ല പറഞ്ഞത്. കൂടുതൽ നിസ്കാരവും കൂടുതൽ നോമ്പും കൂടുതൽ സദക്കയും ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല, എങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിന് ഞാൻ മഹബത്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീരെ നിസ്കരിക്കാതിരുന്നിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിസ്കരിക്കും ചെയ്യും, പിന്നെ തോന്നുമ്പോൾ നിസ്കരിക്കും, നിസ്കാരം കഥാക്കെ കാരണം കൂടാതെ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ പിന്നെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിന് മഹബത്ത് വെക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്ത് മഹബത്ത് എന്നതിന് പറയാം? അപ്പം നിസ്കാരം കാര്യങ്ങളും എല്ലാം ക്രെഡിറ്റ് നിർവഹിക്കുന്ന ആളുകൾ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിന് മഹബത്ത് വെക്കുക. അപ്പോൾ അത് മാത്രമല്ല മഹബത്ത്, വേറെയും കുറേ കാര്യങ്ങൾ മഹബത്തിനായി ചെയ്യേണ്ടതുണ്ട് എന്നാണല്ലോ ഈ വാക്കറിയിക്കുന്നത്. അപ്പം ഇവർ സഹാബി പറഞ്ഞത്, ഞാൻ നിങ്ങൾ പറഞ്ഞു നിസ്കരിക്കണില്ല, നിർബന്ധമൊന്നും ചെയ്യുന്നില്ല എന്നല്ല, സുന്നത്തുകളായ മറ്റുള്ള നിസ്കാരങ്ങളും കുറച്ച് കൂടുതലൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ മഹബത്ത് വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്താ? അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടം വെക്കുന്നത് അവരെ കൂടെയാണ്, നീ ആരെയാണോ മഹബത്ത് വെക്കുന്നത് നീ അവരെ കൂടെയാണ് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫമാ റഅയ്തുൽ മുസ്ലിമീന ഫരിഹു ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫറഹഹും ബിഹാ, മുസ്ലിമീങ്ങളെ ഞാൻ കണ്ടിട്ടില്ല ഇത്ര കണ്ട് സന്തോഷിച്ചതായിട്ട്.
മുസ്ലിം ആയതിന് ശേഷം ഇത്ര കണ്ട് സന്തോഷിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? ഏത് സന്തോഷം? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, അന്ത മഅമൻ അഹ്ബബ്ത എന്ന ഈ വാക്ക്. അതുകൊണ്ട് സഹാബത്ത് മുസ്ലിമീങ്ങൾ സന്തോഷിച്ചത്ര വേറെ സമയത്തും സന്തോഷിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അതുപോലെ തന്നെ സഹാബത്തിൻ്റെ മഹബത്തിൻ്റെ ആഴം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ഹദീസും കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വോയിസ് നടത്താം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. മഹാനവർ പറയുന്നത്, മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിംറഅത്തിൻ മിൻ ബനീ ദീനാർ. ബനൂ ദീനാറിൽപ്പെട്ട ഒരു സ്ത്രീ, അവരടുക്കലൂടെ റസൂൽ നടന്നുപോയി. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു, സഹോദരൻ മരണപ്പെട്ടു, പിതാവ് മരണപ്പെട്ടു. ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ അവർക്ക് പരിക്ക് പറ്റി, അവർക്ക് മരണം സംഭവിച്ചു, അവരൊക്കെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. അങ്ങനെ ആ സ്ത്രീയോട് സഹാബത്ത് അനുശോചനം അറിയിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടി, മാ ഫുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിന് ചെയ്യപ്പെട്ടത് എന്താണ്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ അവസ്ഥ എന്താണ്? ഖാലു ഖൈറൻ യാ ഉമ്മ ഫുലാൻ ഹുവ ബിഹംദില്ലാഹി കമാ തുഹിബ്ബീൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അള്ളാഹിൻ്റെ ഹംദ് കൊണ്ട് ഒരു ഖൈറാണ്, അള്ളാഹിൻ്റെ റസൂലിന് സുഖമാണ്, ഒന്നും പരിക്കുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം ആ പറഞ്ഞത് കേട്ടിട്ടും സമാധാനം വരുന്നില്ല. ആർക്ക്? ആ സ്ത്രീക്ക്. എന്താ പറയുന്നത്? അരീനീഹി അറൂനീഹി അത്ത അന്നുറയിലേ, റസൂലുള്ളാഹിനെ എനിക്കൊന്ന് നിങ്ങൾ കാണിച്ചു തരുമോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന്. അള്ളാഹിൻ്റെ ഹബീബിനെ എനിക്കൊന്ന് കാണിച്ചു തരും, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ കാണിച്ചു കൊടുത്തു. കണ്ടപ്പോൾ കാലത്ത് ആ പെണ്ണ് പറഞ്ഞ മറുപടി, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. നബിയെ, തങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ എനിക്ക് വന്ന മുസീബത്ത് എന്ത് മുസീബത്താണെങ്കിലും അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ ഞാൻ സഹിക്കാം. ഏത് സ്ത്രീയാണ് പറഞ്ഞത്? സ്ത്രീയാണ്, പുരുഷനല്ല. സ്ത്രീകൾ ലോല ഹൃദയക്കാരാണല്ലോ, അവർക്ക് ക്ഷമ കുറവാണ്. അങ്ങനത്തെ സ്ത്രീയാണ് പറയുന്നത്. റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച സഹാബിയത്തായ വനിത എന്താ പറയുന്നത്? റസൂലുള്ളാഹിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, സുഖമാണെന്ന് കണ്ടപ്പോൾ അവരുടെ പിതാവ് മരണപ്പെട്ടതോ ഭർത്താവ് മരണപ്പെട്ടതോ സഹോദരൻ മരണപ്പെട്ടതോ ഒന്നും ഒരു വിഷയമല്ല. അത് അവർ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് സഹാബത്തിൻ്റെ മഹബത്ത്. അവരുടെ ഹൃദയത്തിനകത്ത് ഹബീബിനോടുള്ള മഹബത്ത് അത്ര കഠിനമാണ്. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു സാലിഹായ അമലായി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽബിൽ ഏറ്റി തരണേ അല്ലാഹ്. അത് കാരണമായി ഞങ്ങളെ ഈമാനിന് വർധന നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കണേ അല്ലാഹ്. സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കരിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ടവരെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റബ്ബേ, ഹജ്ജ് ഉംറയും ഉദ്ദേശിക്കുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണേ അല്ലാഹ്. പല ഉദ്ദേശങ്ങൾ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ, അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.